ഇപ്പോൾ ബീഹാറിൽ നിന്ന് വന്ന ഒരു പ്ലെയർക്ക് എങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു മെയിൻ സ്ട്രീമിട്ട് വരാൻ പറ്റും എന്നുള്ള സ്ട്രഗിൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളായിരിക്കും സഞ്ജു. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്തരത്തിൽ വന്ന പ്ലെയേഴ്സിനാണ് സഞ്ജു ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഈ ഒരു സ്ട്രഗിൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ബാക്ക് ഡ്രോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാർ ആയാലും കേരള ആയാലും ഒക്കെ. അപ്പോൾ അവിടുന്ന് ഒരു പ്ലെയറിന് ഇങ്ങോട്ട് വരണമെങ്കിലുള്ളൊരു സ്ട്രഗിൾ കൃത്യമായിട്ട് സഞ്ജുവിന് അറിയാം, മറ്റാരേക്കാളും നന്നായി. ഇതിന് വേറൊരു മാനം കൂടിയുണ്ട്. കാരണം സഞ്ജുവിന് എല്ലാവരും ചേട്ട എന്നാണ് വിളിക്കാറുള്ളത്. ചേട്ട എന്ന് പറയുമ്പോൾ ബ്രദറാണ്, ഒരു മൂത്ത ചേട്ടൻ, വലിയേട്ടൻ എന്നൊക്കെ ഉള്ളൊരു ലൈനിലുണ്ടല്ലോ. അപ്പം വലിയേട്ടന്മാർ ചെയ്യേണ്ടതാണ് സഞ്ജു ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യവംശിയാണെങ്കിലും മാത്രയാണെങ്കിലും അവരെയൊക്കെ അഭിനന്ദിക്കുന്നു. പിന്നെയുള്ളത് ആരിസ് പറഞ്ഞൊരു പോയിന്റ്, ഇന്നലെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കൂടി നമുക്ക്, അതായത് ആക്ച്വലി ഒരു ക്യാപ്റ്റൻ എന്നുള്ള ആൾ തീർച്ചയായിട്ടും ഒരു 30 സർക്കിളിൽ തന്നെയാണ് അയാളുടെ ഒരു സ്ഥാനം ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ഒരു വിമർശനമൊക്കെ വന്നിരുന്നു, സഞ്ജു ഇടപെടുന്നില്ല. നേരത്തെ ശ്രദ്ധിച്ചിരുന്നു, അതായത് T20 സൂര്യയുടെ അടുത്ത് ഇടപെട്ട പോലെ പോലും ഇവിടെ ഇടപെടുന്നില്ല, ഗെയ്ക്വാദും സഞ്ജുവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള രീതിക്ക് ഗോസിപ്പുകൾ പലയിടത്തും ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കളിയിൽ സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജു ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ നിൽക്കുകയാണല്ലോ, ഫോമിലായി ഒരു കംഫർട്ടബിൾ ലെവലാണ് ഏറ്റവും പ്രധാനം. അതെ, ആ ലെവലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് സഞ്ജു ഇടപെട്ടിട്ടുണ്ടാവുക. പിന്നെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മളൊരു പുതിയ ടീമിട്ട് വരുന്നു, ഒരു 3 കളി കളിക്കുന്നു, ആദ്യത്തെ 3 കളിയും വലിയ പരാജയമാവുന്നു. ഒരു ബ്രാൻഡ് വാല്യൂലാണ് സഞ്ജു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CSK സഞ്ജുവിനെ ചെന്നൈയിട്ട് കൊണ്ടുപോകുന്നത് ധോണിക്ക് പകരമുള്ളൊരു ഒരു ബ്രാൻഡ് ഐക്കൺ എന്നുള്ള രീതിക്കാണ്. ധോണി പോയി കഴിഞ്ഞാൽ പകരം വയ്ക്കാവുന്ന ഒരു ബ്രാൻഡ് ഐക്കൺ എന്നുള്ള രീതിക്കാണ്. സ്വാഭാവികമായിട്ടും 3 കളി പരാജയപ്പെടുമ്പോൾ സഞ്ജു എന്നുള്ളൊരു പ്ലെയർക്കും അതിലുപരിയായിട്ട് ചെന്നൈ ഫാൻസിന് ചെന്നൈയുടെ ഈ മാർക്കറ്റിംഗ് സ്വഭാവത്തിലുള്ള സാധ്യതകൾക്കെല്ലാം ഈ സഞ്ജുവിൻ്റെ ഫോം ഔട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നാണ് സഞ്ജു എന്ത് ചെയ്യുന്നത്, ഈ 4ാമത്തെ കളിയിൽ ഇത്ര മനോഹരമായിട്ടുള്ളൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നത്. സ്വാഭാവികമായിട്ടും അയാളുടെ ഒരു കംഫർട്ട് ലെവലും ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഈ കളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പക്ഷേ ചെന്നൈ ആരാധകർ പറഞ്ഞിരിക്കുന്ന പഴയ സിനിമ ഡയലോഗായിരിക്കും, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരവേ എന്നുള്ള ആ ഒരു ഡയലോഗായിരിക്കും ചെന്നൈ ആരാധകർ പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ സഞ്ജു സെഞ്ചുറി അടിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രേഷനിലും ആ ഒരു തമിഴ് ഹീറോയിക് ഒരു പ്രകടനം, അതെ, ആ ഒരു പ്രകടനം അല്ല, എല്ലാ അർത്ഥത്തിലും ഒരു ടീം ചെന്നൈ എന്നുള്ളൊരു ഫീല് സഞ്ജു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് പോലും. അപ്പോൾ സഞ്ജു കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് ചെന്നൈയിൽ തൻ്റെ സ്പേസ് എന്താണെന്ന്. അപ്പം ആ സ്പേസ് അയാൾ പ്രൂവ് ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങളിൽ എനിക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതോടെ കൂടി ബോധ്യപ്പെടുത്തുന്ന സഞ്ജുവിനെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതുകൊണ്ടായിരിക്കും അത്ര കംഫർട്ടബിളായിട്ട് അയാൾ പോയിട്ട് കൃത്യമായിട്ട് ഈ ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവുക.